ഇതാണ് ഹായ്, എല്ലാവർക്കും ഒരു ജോറ് ബാർ എപ്പിസോഡിലേക്ക് വേണ്ടി സ്വാഗതം. വെൽക്കം ടു ജോബാർ സ്റ്റോറീസ്. അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വെൽക്കം ടു ജോറ് ബാർ സ്റ്റോറീസ് ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ കാറിന്റെ ഉള്ളിലാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ മനസ്സിലാവാനാണ്? നമ്മളെപ്പോഴും കാറിന്റെ ഉള്ളിൽ നിന്ന് ഇൻട്രോ എടുക്കുക, എവിടെ പോകുമ്പോഴാണല്ലോ. കാറിന്റെ വീഡിയോ ആണെങ്കിൽ കാറിലല്ലേ എടുക്കുന്നത്, പുറത്തുനിന്നല്ല എടുക്കുക. എന്നാലും നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ രണ്ടുപേരും മാത്രം ഒരു ഡ്രൈവിന് പോവുക. ഡ്രൈവിനോ? മൂന്നാറ് വരെ. അത് ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. ഇന്നലെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിച്ചു, ഓക്കെ വീക്കെൻഡ് അല്ലേ, എങ്ങോട്ടെങ്കിലും പോവാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ വന്നു മൂന്നാർ, വടക്കഞ്ചേരി എന്നാ പോകുന്നത്. എന്നിട്ട് ഇന്നലെ ഇങ്ങനെ മാപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ കണ്ടു. ഒന്ന് നമ്മുടെ നോർമൽ റൂട്ട്, എന്താ അങ്കമാലി പോയിട്ട് നേര്യമംഗലം വഴി മൂന്നാർ. ആ റൂട്ട് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ വേറൊരു റൂട്ടും കൂടെ കണ്ടു. അതായത് നമ്മുടെ പൊള്ളാച്ചി, ഉദുമൽപേട്ട്, ആനമല, ടൈഗർ റിസർവ്, ചിന്നാറ്, മറയൂർ വഴി ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാറ്. അത് കാടിന്റെ ഉള്ളിൽ കൂടെ റോഡാണ്. കുറച്ച് ദൂരം കൂടുതലുണ്ട്, സമയം കൂടുതലെടുക്കും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ലെവൽ പറഞ്ഞു ആ വഴി പോവാന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ചു എപ്പോഴും ഒരേ റൂട്ടിൽ പോവാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പോയി വല്ല മാനയും പുലിയൊക്കെ വരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയ സമയത്തുണ്ടല്ലോ നല്ല രസമുണ്ട് അല്ലെ. ഭയങ്കര നാരോ റൂട്ട്. അപ്പൊ റൂട്ടിന്റെ വിശേഷങ്ങളും യാത്രയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഇങ്ങനെ പോകും. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചില്ലേ, നമുക്ക് ഈ സൺ ബ്ലൈൻഡ് ഡ്രൈവർ സൈഡിലെയും പാസഞ്ചർ സൈഡിലെയും അങ്ങ് മാറ്റാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല വൃത്തിയിൽ നമുക്ക് വീഡിയോ കിട്ടും. അപ്പോൾ സൺബ്ലൈൻഡ് ഒക്കെ മാറ്റി, അത് നമ്മുടെ കൂളിംഗ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ വണ്ടിയിൽ സൺബ്ലൈൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൂളിംഗ് പറ്റുന്നൊക്കെയാ പറഞ്ഞത്. പക്ഷെ എന്നാലും കൂളിംഗ് ഒട്ടിക്കാൻ ഒരു പേടിയാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഗവൺമെന്റ് ഓർഡർ വന്നില്ലേ, ഇനി എല്ലാ വണ്ടി ഒട്ടിക്കുവേ. ഒട്ടിച്ച് ഇപ്പൊക്കെ പറഞ്ഞു സ്റ്റേക്ക് ഒന്നും പോലാന്ന്. എല്ലാ വണ്ടിയും, അതായത് ഒരു 60% അല്ലെ 70% വണ്ടി ഒട്ടിച്ചു എന്ന് കാണുമ്പോ ഇവര് സ്റ്റേക്ക് പോവും, പിന്നെ കൂളിംഗ് ഫിലിം മാറ്റാൻ പറയും. അപ്പൊ ഇനി നിന്നോടൊരു ചോദ്യം. നമ്മൾ നേരെ പോകുന്ന പൊള്ളാച്ചി വഴി. നമുക്ക് പൊള്ളാച്ചിയിലേക്ക് രണ്ട് റൂട്ട് ഉണ്ട്. ഒന്ന് വടക്കഞ്ചേരിയിൽ നിന്ന് നേരെ നെന്മാറ വഴി പോവാം, ഒന്ന് പാലക്കാട് നിന്ന് പോവാം. നെന്മാറ വഴി പോകുമ്പോ കിലോമീറ്റർ കുറവാണ്, സമയം കൂടുതലാണ്. പാലക്കാട് വഴി പോകുമ്പോ കിലോമീറ്റർ കൂടുതലാണ്, സമയം കുറവാണ്. ഏത് വഴി പോകണം? ഏത് വഴി പോയാലും നമ്മള് മൂന്നാറെത്തും. നീ പറയുന്ന പറപ്പു. നമ്മള് പോവാത്ത വഴി നെന്മാറ വഴിയല്ലേ? നമ്മൾ നെന്മാറ വഴി പോയിട്ടില്ല. അപ്പൊ നെന്മാറ വഴി പോവാം. ഓക്കെ, അപ്പൊ നമ്മള് വടക്കഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നേരെ നമ്മൾ ഹൈവേ കയറി പാലക്കാട് പോവും. പക്ഷെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നെന്മാറ റൂട്ടിൽ കൂടെ പോവാൻ. അപ്പൊ നമ്മള് മംഗലം പാലം വഴി നെന്മാറ റൂട്ടിലേക്ക് കയറി. ഈ പോകുന്നത് ഏത് വണ്ടിയാ? അത് നമ്മുടെ ട്രാവലർ ഇല്ലേ, ഫോഴ്സിന്റെ ട്രാവലറിന്റെ ഒരു കുഞ്ഞു വണ്ടിയാ, അർബാനിയ എന്നാ പേര്. അപ്പൊ ഇതിന് എത്ര സീറ്റ് ഉണ്ട്? ഇതിന് 12 16 ഉണ്ട്. നമ്മളെ ബാബു എടുത്തിട്ടുണ്ട് അർബാനിയ ഇപ്പൊ. ഓ അതെയോ, നല്ല രസമുണ്ട് കാണാൻ. ഇത് ഫിക്സഡ് ഗ്ലാസ്സാ, ഗ്ലാസ് തുറക്കാനൊന്നും പറ്റില്ല. ഒരു കാറിന്റെ കംഫർട്ട് ഒക്കെ ഉണ്ട്. വണ്ടി ഓടിക്കാനും അതെ, ട്രാവലർ ഓടിക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മളെ കാറൊക്കെ ഓടിച്ചു നടക്കുന്ന പോലെ ഓടിച്ചു നടക്കാം. പാലക്കാടിന്റെ സൗന്ദര്യം, പാലക്കാടിന്റെ മനോഹാരിത. എന്ത് ഹരിത? നല്ല അടിപൊളി ദിവസാട്ടാ നമ്മൾ ഇറങ്ങിയത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കര വെയില്. എന്നിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. ഇന്നലെ രാത്രി പ്ലാനൊക്കെ ചെയ്യുന്നു. ഇന്ന് രാവിലെ ആവുമ്പോ നല്ല മഴ, നല്ല മൂടൽ,
നല്ല മഴയില്ല, നമുക്ക് മഴ കിട്ടിയില്ല, പക്ഷെ മൂടലും ഉണ്ട്, യെല്ലോ അലർട്ടും ഉണ്ടല്ലോ. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞതാണ്, ഓറഞ്ച് അലർട്ട് ഉണ്ടെങ്കിലും നമുക്ക് മഴ കിട്ടിയില്ല. കട മഴ പെയ്യാൻ തുടങ്ങി. ഇന്നലെ വണ്ടിയാണെങ്കിൽ കഴുകി കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ നെന്മാറ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് വളരെ ഫേമസ് ആയ നെന്മാറ വേല നടക്കുന്ന സ്ഥലം. കൊട എടുത്തിട്ടുണ്ടോ? എന്റെ കൊട എടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ കൊട എടുത്തിട്ടുണ്ട്. കോടയാണോ? കാണാം. ക്യാമറയിൽ നോക്കുമ്പോ എനിക്ക് കാണാം. അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിരിക്കുന്നവരും അറിയിച്ചുകൊള്ളും. നമ്മള് വരുമ്പോ ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കും അവിടെ തെയ്യം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, കൊറേ പിള്ളേരുണ്ട്, ഫോട്ടോ പിടിച്ചിട്ടല്ലേ. കൊള്ളാം. കാണുമെന്നറിയില്ല, എന്നാലും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മള് വണ്ടി ഓടിച്ച് കേരള തമിഴ്നാട് ബോർഡർ ഗോവിന്ദാപുരം. നമ്മൾ നെന്മാറ വഴി വരുമ്പോ കൊല്ലങ്കോട് കഴിഞ്ഞിട്ട് ഗോവിന്ദാപുരമാണ് അടുത്ത ടൗണ്. അപ്പൊ ഗോവിന്ദാപുരത്തിലേക്ക് എത്താൻ വേണ്ടി പോവാ. ഗോവിന്ദാപുരമാണ് ഈ വഴിക്ക് വരുമ്പോ ബോർഡർ. നമ്മുടെ എക്സൈസ് ബോർഡർ ചെക്ക് പോസ്റ്റ് ഗോവിന്ദാപുരം. യെസ്. ഈ ബ്രിഡ്ജാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇതെവിടെയായിരുന്നു? നന്ദി വീണ്ടും വരിക ഉണ്ടോ? നമ്മൾ അങ്ങനെ വെൽക്കം ടു തമിഴ്നാട് എത്തിപ്പോയി. തമിഴ്നാട്ടിലേക്ക് എത്തിപ്പോയി. തമിഴ്നാട് ബസ്സൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. മറ്റേ കർണാടകയിലുള്ള പോലെ ഇറങ്ങിയ ഉടനെ ഇത് തലപ്പാടി കഴിഞ്ഞു കഴിഞ്ഞാല് മംഗലാപുരത്തേക്കുള്ള ബസ്സുകൾ ഉണ്ടാവും അവിടെ. അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ പറഞ്ഞായിരുന്നു വടക്കഞ്ചേരിയിൽ നിന്ന് പൊള്ളാച്ചിയിലോട്ട് വരാൻ 2 വഴിയുണ്ട്. ഒന്ന് നെന്മാറ വഴി, ഒന്ന് പാലക്കാട് വഴി. അപ്പൊ നെന്മാറ വഴി വന്നതാണ് നമ്മളിപ്പോ വന്ന വഴി. പാലക്കാട് വഴി വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴി ഇത് ഈ വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് പാലക്കാട്. ഇത് ഏതാ സ്ഥലം? ഇത് മീനാക്ഷിപുരം. ഇവിടെ കണ്ടോ, പഴനി 75 കിലോമീറ്റർ, കോയമ്പത്തൂർ 55, പൊള്ളാച്ചി 13. അപ്പൊ നമ്മൾ പതുക്കെ പൊള്ളാച്ചിയിൽ എത്തിയിരിക്കുന്നു. പൊള്ളാച്ചി നേരെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മള് നേരെ പളനി റൂട്ട് കൂടിയാ പോവുക. അപ്പൊ നമ്മള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥലത്തെത്തി. അമുദ സുരഭി. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് പൊള്ളാച്ചിന്ന് നമ്മൾ പഴനി പോകുന്ന വഴിയിൽ. നല്ല തിരക്കുണ്ടെന്ന്. നല്ല തിരക്കാന്നു. ഫുഡ് ഓർഡർ ചെയ്തു. അതിനു മുമ്പേ അമുദ സുരഭിയില് മറ്റേ നോൺ എ സിയിൽ എന്ത് തിരക്ക്. മറ്റേ പൊന്നോ, നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റ് 2, നമ്മുടെ പേര് 2 നമ്പർ കൊടുത്തിട്ട് 17 അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു തൊട്ടപ്പുറം എ സി ഉണ്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് അതേ ഫുഡ് തന്നെ എവിടെയും കിട്ടാതെ. നോക്കുമ്പോ ഇതൊന്നും ഒരു മനുഷ്യനില്ല, നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. വാഷ്റൂമും വലിയ കുഴപ്പമില്ല. ലേഡീസ് വാഷ്റൂം എങ്ങനെയുണ്ട്? ഭയങ്കര പോർഷൻ ഒന്നുമല്ല, വലിയ കുഴപ്പമില്ല. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് മസാല ദോശ, നിനക്ക് ഗീ റോസ്റ്റ്, ഷുഗർ ഇടാത്ത ഹോർലിക്സ്. അപ്പോൾ നമ്മള് അമുദ സുരഭിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മള്
ഒരു മസാല ദോശ, ഒരു നെയ്റോസ്റ്റ്, ഒരു വട, 2 ഹോർലിക്സ് കഴിച്ചിട്ട് 450 റുപ്പീസായി. ബാക്കി റെസ്റ്റോറൻറ്റ്സിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്, എന്നാലും നല്ല ഫുഡാണ്. അതാണ് സോ സൂപ്പർ. അപ്പോൾ നമ്മൾ പതുക്കെ അടുത്ത ഡെസ്റ്റിനേഷൻ മൂന്നാർ. നമ്മൾ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലാങ്കറ്റ് റിസോർട്ട് ആൻഡ് സ്പാ. അങ്ങോട്ടാണ് പോകുന്നത്. ഉടുമ്പൽപേട്ടെത്തി. കാറ്റാടി മരം, മരമല്ല, കാറ്റാടിപ്പാടം. ഇതാ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ഈ ഏരിയയിൽ തേങ്ങയുടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന്. ഫുള്ള് തെങ്ങും തൊപ്പ്. ഇടയിൽ 2-3 ഫാക്ടറി ഉണ്ട്. പിന്നെ കുഞ്ഞു മറ്റേ ഗംഗാമ്പോട്ട പോലത്തെ കുഞ്ഞു തെങ്ങില് തേങ്ങ ഉണ്ടാവുന്നില്ലേ, അതുപോലത്തെ കൊറേ തെങ്ങുണ്ട് ഇവിടെ. മൂന്നാർ 86 കിലോമീറ്റർ. അപ്പൊ വഴി തെറ്റിയിട്ടില്ല. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കോയമ്പത്തൂർ ഇപ്പൊ മൂന്നാറിന് കാണിച്ചതിന് ഒരു 100 മീറ്റർ മുമ്പ് കോയമ്പത്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണിച്ചു. അപ്പൊ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇനി നിങ്ങൾ സ്ഥലം മാറ്റി വല്ല കോയമ്പത്തൂരാണ് കൊടുത്തത്? ഇനി ഒരു 1.4 കിലോമീറ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ഉദുമൽപേട്ടെന്ന് ആനമലൈ സാങ്ച്വറി വഴി മൂന്നാറിലേക്ക് പോകുന്ന റോഡിലേക്ക് നമ്മൾ കയറും. ഒരു പണി കിട്ടുമോന്നൊരു ഡൗട്ട്. 15 മിനിറ്റ് ബ്ലോക്ക് കിട്ടില്ലേ? എന്താന്നറിയില്ല. ഇനി ചെക്ക് പോസ്റ്റിന്റെ ആണോ? ചെക്ക് പോസ്റ്റ് ആയിരിക്കും. അപ്പൊ ചെക്ക് പോസ്റ്റിലെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണ്ടേ? ചിലപ്പോ അതിന്റെ ആയിരിക്കും. ലോങ് വീക്കെൻഡും കൂടിയല്ലേ, നോക്കാം. ബ്ലോക്ക് തുടങ്ങി 23 മിനിറ്റ് കണ്ടാ. സമയം കൂടി വരികയാണല്ലോ. ആനമലൈ ഫോറസ്റ്റ് എൻട്രിക്കുള്ള 50 റുപ്പീസിന്റെ പാസ്സാണ്. നോർമലി ഞാൻ കേട്ടിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങണം, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണിക്കണം എന്നൊക്കെയാണ്. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായത് കൊണ്ട് തന്നെ ഒരു ഹാഫ് ആൻ അവറിന് മുകളിലായി നമ്മൾ കിടക്കുന്നു. നല്ല റോഡ്, കുഞ്ഞു റോഡാ, ഒരു വണ്ടിക്ക് പോകേണ്ട ഗ്യാപ്പുള്ള റോഡ്. 50 രൂപ പാസ്. പാസ് എന്തായാലും ഇവിടെ വെക്കാം. പാസ് ഇനി എവിടെയെങ്കിലും കാണിക്കേണ്ടി വരുമോ അറിയത്തില്ല. ഇപ്പൊ ഒരു ലോറി വന്നായിരുന്നു, ഓപ്പോസിറ്റ് മലയാളിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞു അടുത്ത 2 വളവ് കഴിഞ്ഞാല് ആനയുണ്ട്. നൈസ് മൈൻഡാണ്. അല്ല, ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. നൈസ് മൈൻഡാണ്, പക്ഷെ അടുത്ത് കൊമ്പൻ ഉണ്ടാവും. ആനയുണ്ട്. അപ്പൊ ആ ലോറി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു പിടിയാനയും ഒരു കുഞ്ഞാനയും ഉണ്ടായിരുന്നു. പക്ഷെ ഈ വരുന്ന സ്കൂട്ടറുകാരുണ്ടല്ലോ, അവരിങ്ങനെ റോഡിന്റെ നടുവിൽ നിൽക്കുന്നു, തിരിക്കുന്നു. നമുക്കറിയില്ലല്ലോ. കൂടെ ഒരു കൊമ്പനും കൂടെ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു. നൈസ് മൈൻഡിലാണ് ഉള്ളത്, ചിലപ്പോ അടുത്തൊരു കൊമ്പൻ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു. കൊമ്പനുണ്ടെങ്കിൽ നമുക്ക് ഓടാൻ വരെ സ്ഥലമില്ല. പക്ഷെ എന്തെന്നല്ലേ ചേട്ടാ, വരുന്ന വരവ് ഉണ്ടായിരുന്നു.
ബ്രേക്ക് പോലും ഇടില്ല. ഒരു വലിയ വണ്ടിക്ക് സൈഡ് കൊടുത്തതാ. കാടിന്റെ ഒത്ത നടുവില് നല്ല ബ്ലോക്ക് ക്ലീനില്ല. നമ്മുടെ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡാണ്. KSRTC നിപ്പ് നോക്കിയേ, മോഹൻലാലിനെ പോലെ ഉണ്ട്, ഒരു സൈഡ് ചെരിഞ്ഞിട്ട്. അതല്ല, ഇനി ആ മറ്റേ ഹെയർ പിൻ ഇത് ഇറങ്ങണ്ടേ ഈ തിരക്കില്. അപ്പൊ നമ്മള് ആനമലൈ ടൈഗർ റിസർവ് എക്സിറ്റ് ആയിട്ട് നമ്മൾ ചിന്നാർ സാങ്ച്വറിയിലേക്ക് കയറാൻ പോവാ. കേരള കണ്ട ഇവിടെ കണ്ട കേരള കേരള കണ്ട കേരള. നമ്മ എടുക്കണോ അറിയില്ല, ചോദിക്കോട്ടെ സാറേ നമ്മളെടുക്കണോ? കേരള ഞാൻ പാലക്കാട് പോയിക്കോട്ടെ. ഓക്കെ ശരി. ആനമലൈ ടൈഗർ റിസർവിൽ കയറുമ്പോ എല്ലാ വണ്ടികൾക്കും 50 രൂപ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അത് KL ആണെന്നുണ്ടെങ്കിലും KA ആണെന്നുണ്ടെങ്കിലും TN ആണെന്നുണ്ടെങ്കിലും അവർ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചിന്നാറിലെത്തിയിട്ടാകുമ്പോ എല്ലാ വണ്ടീനും ഇങ്ങനെ സൈഡാക്കുന്നുണ്ടായിരുന്നു. ഞാൻ സുവിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞു, കാരണം പോലീസുകാരൻ പറയുന്നുണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന്. ഞാൻ അവിടെ എത്തിയിട്ടാകുമ്പോ ചോദിച്ചു നമ്മൾ എടുക്കണോ സാറേ ചോദിച്ചപ്പോ പറഞ്ഞു എവിടുന്നാ ചേട്ടൻ വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു പാലക്കാട്. ഇത് കൂടെ കയറി പോകുന്നു അങ്ങനെ. അതുകൊണ്ട് ഇവിടുത്തെ ചിന്നാറിലെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ട്, അതുകൊണ്ട് തന്നെ എത്രയാ ചാർജ് ഒന്നും അറിയില്ല കേട്ടോ. ഇവിടെ ഭയങ്കര ചെറിയ റോഡാണ്, 2 വണ്ടി നടക്കൂല. പക്ഷെ അപ്പോഴേക്കും ഒരു ബസ് വരുമ്പോ ഒരു 2 കാറ് വെറുതെ ഒരാവശ്യമില്ലാതെ എടുത്തിട്ട് വന്നു, മൊത്തം ബ്ലോക്കായി. മറ്റേ കാറ് റിവേഴ്സ് അടിക്കുന്നുണ്ട്. ഇതെത്ര അടിച്ചിട്ടും കാര്യമില്ല. മതിന്ന് ബസ്സുകാരൻ പറയുന്നുണ്ട്, നോക്കാം. നമ്മളിങ്ങനെ ചിന്നാറിൻ്റെ
ഉള്ളിൽ കൂടെ ചിന്നാർ സാങ്ച്വറിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇവിടെ വലിയ വിഷ്വൽസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. വലിയ മൃഗങ്ങളൊന്നുമില്ല, കുറച്ച് കുരങ്ങന്മാരെ ഉണ്ടായുള്ളൂ. പക്ഷേ ഒരു കിടിലൻ സ്ഥലം ഉണ്ടായിരുന്നു. ബാക്കിൽ കണ്ടോ വെള്ളച്ചാട്ടം. എന്ത് രസമെന്നറിയാം കാണാൻ. ആ വെള്ളച്ചാട്ടം മാത്രല്ല, വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റും ഇതാ കണ്ടോ, ഏറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം വെള്ളച്ചാട്ടം, അതിന്റെ ഒച്ച ഇവിടം വരെ കേൾക്കുന്നുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഇനിയുണ്ട് സെറ്റ്. അങ്ങനെ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കഴിഞ്ഞിരിക്കുന്നു. ഇതാ വനത്തിൽ പ്രവേശിക്കുന്നതും അരുവിയിൽ ഇറങ്ങുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും ശിക്ഷാർഹമായതിനാൽ മേൽ പ്രവർത്തികൾ നിരോധിച്ചിരിക്കുന്നു. ഫുൾ മാലിന്യം കണ്ടാ, പറഞ്ഞതിന്റെ താഴെ തന്നെ മാലിന്യമുണ്ട്. തൊട്ട് സൈഡില് എല്ലാരും കുളിക്കുന്നു. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ എക്സിറ്റ് കഴിഞ്ഞാൽ ഉടനെ കൊറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. കുഞ്ഞു വെള്ളച്ചാട്ടം കേട്ടോ, അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സൈഡില് ബോർഡ് വെച്ചിട്ടുണ്ട്, അരുവിയിൽ കുളിക്കാൻ പാടില്ല, കുളിക്കുന്നത് ശിക്ഷാർഹമാണ്. പക്ഷെ കുളിക്കുന്നുണ്ട്, വേസ്റ്റ് നിക്ഷേപിക്കരുത്, മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ ഇഷ്ടംപോലെ മാലിന്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ വഴി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വഴിയോ യാത്രയിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ യാത്ര തുടരുന്നു, അങ്ങനെ പറയണം. ഓക്കെ ഓക്കെ. അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മൾ മറയൂർ എത്തി. മറയൂർ ശർക്കര കിട്ടുമെന്ന് നോക്കണം. രണ്ട് അമ്മമാരും പറഞ്ഞായിരുന്നു മറയൂർ വഴിയാണ് പോകുന്നതെങ്കിൽ മറയൂർ ശർക്കര മേടിക്കണം. മറയൂർ വഴിയാണ് പോകുന്നു പറഞ്ഞത് കൊണ്ട് ശർക്കര മറയൂർ ശർക്കര മേടിക്കണം എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് അല്ലേ മറയൂർ ശർക്കര? അറിയില്ല. അതെ, നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ആണോ? നമുക്ക് മറയൂർ ശർക്കര മേടിച്ചിട്ടുണ്ട്. കാര്യം നമ്മള് മറയൂർ ശർക്കര മേടിക്കാൻ വേണ്ടി പോവാം. നമ്മള് മറയൂർ ശർക്കര, മറയൂർ ചോദിച്ചപ്പോ കുറെ പേര് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നബാർഡിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടുന്ന് മേടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് മറയൂർ ശർക്കര അന്വേഷിച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് മറയൂർ ടൗണിലേക്ക് പോയി. പക്ഷെ അവിടെ നിന്നും നമുക്ക് സ്ഥലം, പാർക്കിങ്ങും ഒക്കെ ഉള്ള രീതിയിൽ സാധനം മേടിക്കാൻ കിട്ടിയില്ല. പിന്നെ ഇവിടെ കൂടുതലും മറയൂർ ടൗണിലുള്ളത് നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന പോലെ സ്പൈസ് ഷോപ്പാണ്. അവിടെ ഉള്ളില് ജാഗ്രയും കൂടെ ഉണ്ട്, അങ്ങനെയുള്ളതാ കണ്ടത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അതുപോലത്തെ കടയിൽ നിന്ന് തന്നെയാ മേടിച്ചത്, സർവീസ് സഹകരണ ബാങ്കിന്റെ. ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കടയിൽ നിന്ന് തന്നെയാ മേടിച്ചത്. ഞങ്ങള് 4-5 പേരോട് ചോദിച്ചു. അപ്പൊ 4 പേര് 4 സ്ഥലാ പറഞ്ഞത്. ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റുള്ള വഴിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അല്ലേ. അപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞായിരുന്നു ഇവിടെ ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ ഓപ്പോസിറ്റ് റോഡ് കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഫാക്ടറി കാണുന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ വഴിക്ക് പോയില്ല. അതിന് മുന്നേ ഈ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ആ വഴിക്ക് പോകുമ്പോ കാന്തല്ലൂർ റൂട്ടിൽ പോകുമ്പോഴാണ് കൊറേ മറയൂർ ശർക്കരയുടെ ഫാക്ടറി ഉള്ളത്, അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് മറയൂർ ശർക്കര ഫാക്ടറിയുടെ അടുത്ത് വന്നു. പക്ഷെ ഇന്ന് ലീവാണ്, അതുകൊണ്ട് ഫാക്ടറി പോയിട്ട് കാര്യമില്ല. പക്ഷെ ഫാക്ടറിയുടെ തന്നെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് പുറത്തുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ശർക്കര മേടിച്ചു. ശർക്കര എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സ്പൈസി ശർക്കരയാണ് മേടിച്ചത്. ചുക്ക് കാപ്പിയിലൊക്കെ ഇടാവുന്ന കുറച്ച് ചുക്കിന്റെ ഇതൊക്കെ ഉള്ള ഇവര് പറഞ്ഞു എക്സ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന്. പക്ഷെ ഇത് നമ്മളോട് ടൗണിൽ നിന്ന് ഒരാൾ പറഞ്ഞായിരുന്നു എക്സ്പോർട്ട് ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വഴിക്ക് വരണം, അതായത് കാന്തല്ലൂർ റൂട്ടിലേക്ക് വരണം. അതായത് മറയൂരിൽ ഒരു ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട്. ആ പെട്രോൾ പമ്പിന്റെ മുമ്പിന്ന് ഒരു ഹാർഡ്ലി ഒരു 1 കിലോമീറ്റർ വന്നാൽ മതി. ഇനി ചിലപ്പോ മുന്നോട്ട് പോകുമ്പോ വേറെയും ഔട്ട്ലെറ്റ്സുകൾ ഉണ്ടാവും കേട്ടോ, ഫാക്ടറി ഔട്ട്ലെറ്റും ഫാക്ടറികളും ഒക്കെ ഉണ്ടാവും. ഞങ്ങള് പോയി നോക്കിയത് ഫസ്റ്റ് കണ്ട ഫാക്ടറിയില്. എന്താ അതിന്റെ പേര്? മിസ. കൊള്ളായിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ തന്നു.
വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ നമുക്ക് ആ വീഡിയോ കൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്നതും ക്യൂബ് ആക്കുന്നതും ഒക്കെ നോക്കാം. റൗണ്ട് ജാഗരി, ക്യൂബ് ജാഗരി, ലിക്വിഡ് ജാഗരി, എല്ലാം സ്പൈസി ജാഗരി എല്ലാം ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ റിസോർട്ട് ലക്ഷ്യമാക്കി പോവാണ്. ഇപ്പൊ പോയാലേ 4 മണിക്ക് റിസോർട്ടിലെത്തും. മറയൂർ ചന്ദന ഡിവിഷൻ. അപ്പൊ ഇത് ചന്ദനമായിരിക്കും. ചന്ദന ഡിവിഷൻ ഇവിടെ ഉണ്ടോ ഇലക്ട്രിക് ഫെൻസിങ്ങും എല്ലാം കെട്ടിയിട്ട്. അപ്പൊ നമ്മള് മറയൂർന്ന് ചന്ദന മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇപ്പൊ മൂന്നാറിന്റെ തുടക്കത്തിലേക്ക് എത്തി. അതല്ലേ തല്ലയാർ അങ്ങനത്തെ എസ്റ്റേറ്റ്. നിങ്ങൾക്ക് ശരിയാവുന്നില്ല. ഫസ്റ്റ് ടീ എസ്റ്റേറ്റ്. ഫുഡ് കഴിക്കാത്തോണ്ടാന്ന് തോന്നുന്നു നാക്കൊക്കെ കൊഴിഞ്ഞു പോകുന്നു. ടീ എസ്റ്റേറ്റിന്റെ സൈഡ് കൂടെയാണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സുഖം. ടെമ്പറേച്ചർ 34 ഉണ്ടായ കുറഞ്ഞു 26 ചെറിയ കോടയൊക്കെ വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. രസമുണ്ട് ഓടിക്കാൻ. മറയൂരൊക്കെ കഴിഞ്ഞ് വന്നോണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതല്ലേ, ഇത് ഏത് സ്ഥലം എന്നറിയില്ല. ചട്ടമുന്നാർ അതാണ് ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിന്റെ ചെക്കിങ് ഉണ്ട്. ഡിക്കിയൊക്കെ തുറന്ന് നോക്കി എന്തൊക്കെയാന്ന് ചോദിച്ചു. ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ റിപ്പിൾ ടീന്റെ ഔട്ട്ലെറ്റ് ചായ പ്ലാന്റേഷൻ സ്റ്റെപ്പ്. തണുപ്പുണ്ടോ? നല്ല തണുപ്പാണോ? എന്താ? ഞാൻ ചൂട്ടോണ്ട് ഞാൻ കയറിയില്ല. ഹാപ്പിയായോ? ഹാപ്പിയായി. പിന്നെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണമായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേഗം പോവുക. നല്ല തിരക്കുണ്ടല്ലേ? അപ്പൊ നമ്മള് കണ്ണൻദേവൻ എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൂടെ വന്നോണ്ടിരിക്കുമ്പം ഒരു വാട്ടർഫോൾസ് കണ്ടു. നല്ല വാട്ടർഫോൾസ് ആണ്. അവിടെ കുളിക്കാനും ഒക്കെ പറ്റും. കുളിക്കാൻ പറ്റും. ഡ്രസ് ചേഞ്ചിങ് റൂം ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. 50 rupees ആണ് എൻട്രി ചാർജ്. വെള്ളം കുഴപ്പമില്ല, നല്ല തണുപ്പാണ് എന്നാണ് സുവർണ പറഞ്ഞത്. ഞാൻ കേറിയില്ല, കാരണം ഷൂ ഇട്ടിട്ടാണ് വന്നത്. അതുകൊണ്ട് കേറിയിട്ടില്ല, പോയില്ല. ഐ മീൻ അകത്തോട്ട് പോയി വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഷൂ ജസ്റ്റ് ഒന്ന് കാല് നനച്ചിട്ട്
നമ്മള് നേരെ നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പം 50 rupees ചാർജ്. നമ്മൾ എന്നിട്ട് നേരെ നമ്മുടെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോവാണ്. നല്ലോണം ലേറ്റ് ആയി. ഇപ്പൊ പോയാലേ നമ്മൾ അറ്റ്ലീസ്റ്റ് 4:10 എത്തത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. നമ്മള് നേരെ ഹോട്ടൽ കോട ഇറങ്ങി തുടങ്ങി. സമയം 3 കോടമഞ്ഞ് നന്നായിട്ട് കോട ഇറങ്ങി. വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. നമുക്ക് ഫ്രണ്ടില് വലിയ കുഴപ്പമില്ല, സൈഡിൽ അത്യാവശ്യം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇത് കണ്ണൻ ദേവൻ ഓതറൈസ്ഡ് ടീ സെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ. അതിന്റെ തിരക്ക ഇത് അറിയില്ല, നോക്കാം. അല്ല, ഇത് മറ്റേ ഇത് ഇരവികുളം നാഷണൽ പാർക്ക്. കണ്ടോ? ഇരവികുളം നാഷണൽ പാർക്ക്. നമ്മളിപ്പോ കേറുന്നില്ല, ഓൾറെഡി ലേറ്റ് ആയി. പിന്നെ എനിക്കിപ്പോ 5 മണി വരെ എങ്ങാനേ ഉള്ളൂ. ഇപ്പൊ നമ്മള് 4 മണിയായി. ഇനിയിപ്പോ കേറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല തിരക്കാ. ഭയങ്കര തിരക്ക്. എത്ര ദൂരത്തേക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ദൂരം പാർക്ക് ചെയ്തിട്ട് അവര് നടന്നു വന്നേക്കുന്നത്. ഇവിടെ ഒന്നത് ഈ സൈഡും അതെ. അങ്ങനെ അറ്റ് ലാസ്റ്റ് 4 മണിയാവുമ്പോ നമ്മള് മൂന്നാർ ടൗണിലെത്തി. 7 മണിക്ക് വീട്ടിൽ ഇറങ്ങിയത്. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. അതിന് മൂന്നാർ ഇപ്പോ വീക്കെൻഡും കൂടെ ആയതുകൊണ്ടുള്ള തിരക്ക് ഉണ്ട്. സ്വാഭാവികം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വടക്കഞ്ചേരിയിൽ നിന്ന് മൂന്നാർ നമ്മുടെ റിസോർട്ടിലേക്കുള്ള ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആണ്. പക്ഷെ ട്രാവൽ ചെയ്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വടക്കഞ്ചേരിയിൽ നിന്ന് പൊള്ളാച്ചി പോയി, നെന്മാറ വഴി പൊള്ളാച്ചി പോയി, അവിടുന്ന് ആനമലൈ റിസർവ് കയറി, പിന്നെ ചിന്നാർ റിസർവിൽ കൂടെ നമ്മൾ മൂന്നാറെത്തി. ഒരുപാട് നമ്മൾ ഉടുമ്പൽപേട്ട് പോയില്ല, അതിന് പകരം ഒരു ഡീവിയേഷൻ എടുത്തു. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡില്. പക്ഷെ വീക്കെൻഡിൽ ഈ വഴി വരാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇന്ന് നമ്മൾ തന്നെ 2 മണിക്കൂറിന്റെ അടുത്ത് ബ്ലോക്കിൽ കിടന്നു. കാരണം ആനമലൈ ഭാഗത്താണ് നമ്മൾ കിടന്നത്. അവിടെ ഭയങ്കര ചെറിയ റോഡാ, ഒരു വണ്ടി മാത്രം പാസ്സാവുന്ന റോഡുണ്ട്. പോരാതെ അവിടെ നിന്നാണ് 2-3 ആനയെങ്കിലും കണ്ടത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി മാത്രം പാസ്സാവുന്ന റോഡാണ്. വീക്കെൻഡ് 2 വേ ആണ് റോഡ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വന്ന ബ്ലോക്കാണ്. വരുന്ന വഴിയിൽ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട് റോഡ് സൈഡിലൊക്കെ. നമുക്ക് കുളിക്കാം. സ്ഥലങ്ങളാണ് കേട്ടോ വരുന്ന വഴിയൊക്കെ കാണാൻ. പിന്നെ എന്താന്ന് വെച്ചാൽ റോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്, ഡ്രൈവബിൾ ആണ്. ഒന്നും അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നുമില്ല, അടിപൊളിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ചോറ് വാർ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.